കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലെയിൻ കളർ ഫോം ഷീറ്റോ അതല്ലെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റോ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ വൈറ്റ് പേപ്പറോ കളർ പേപ്പറോ എന്ത് വെച്ചിട്ടും ഈ ഒരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എന്ത് ഐറ്റം വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഫോം ഷീറ്റ് എടുത്തതിന് ശേഷം ഒരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കോമ്പസും ആണ് യൂസ് ചെയ്യുന്നത് സർക്കിൾ വരയ്ക്കാനായിട്ട്. അതിനുശേഷം ദാ ഇതിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈനും സൈഡിലോട്ടൊരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡ് ഫോം ഷീറ്റ് ആയതുകൊണ്ട് കാണുന്നില്ല. ഞാനിതൊന്ന് വൈറ്റ് കളറിൽ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണോ ഇത് വരച്ചതെന്നുള്ളത് കേട്ടോ. അതായത് ഇതാ നമ്മളൊരു കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനിയിപ്പോൾ ഇങ്ങനെ കോമ്പസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു ക്യാപ്പ് എന്തെങ്കിലും എടുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെറിയൊരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കാം. ആദ്യം ഒരു വലിയ സർക്കിൾ വരയ്ക്കുക, അതിനുശേഷം ഒരു ചെറിയ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇത് രണ്ട് സൈസിലുള്ള ക്യാപ്പുകൾ വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. കണ്ടോ? ഇതുപോലെ നമ്മൾ വരച്ചെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിൾ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്താലും മതി, പക്ഷേ നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് കാണാനും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ആദ്യമേ കട്ട് ചെയ്തങ്ങ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിങ്ങനെ സർക്കിൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഉള്ളിൽ വരച്ച ആ സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിൽ നിന്ന് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. സെൻറ്ററിലൂടെ ആ പോയിന്റിലൂടെ സ്കെയിൽ വെക്കണം. എന്നിട്ട് ആ ചെറിയ സർക്കിളിൽ നിന്ന് താഴത്തോട്ട് ഫുള്ളായിട്ട് ഒരു ലൈൻ കണ്ടോ. ഇപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം ദാ നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുകയാണ്. അതിപ്പോൾ ഒരു ഹാഫ് പോർഷനാണ് വരയ്ക്കേണ്ടത് കേട്ടോ. സെൻറ്റർ സർക്കിളിൽ നിന്ന് താഴത്തോട്ടുള്ള ഭാഗത്തിൻ്റെ ഹാഫ് പോർഷൻ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും നമ്മൾ വരയ്ക്കുക. അത് പക്ഷേ വരയ്ക്കുന്നത് ഔട്ടർ സർക്കിളിൽ നിന്ന് ഉള്ളിലോട്ടാണ് വരയ്ക്കുന്നത്. കണ്ടോ? ഇതുപോലെ വരച്ചെടുക്കുക. അതും ഒരു ഹാഫ് പോർഷൻ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യും. ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ വരച്ച് ഇവിടം വരെ നമ്മൾ വരച്ച് കട്ട് ചെയ്ത് പിന്നെ ഈ ഒരു ലൈനിലൂടെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങനെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ താഴത്തോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ലൈൻ കൂടെ കട്ട് ചെയ്യും. കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ റെഡ് ഫോം ഷീറ്റിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഒരു ലൈൻ വരച്ചില്ലേ ഉള്ളിലത്തെ സർക്കിളിൽ നിന്ന്, അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തു. കണ്ടോ? ഇങ്ങനെ ഒരു ലൈനാണ് നമ്മൾ വരച്ചത്, സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈനിൻ്റെ അവിടം വരെ വെച്ച് നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ആ ഒരു ലൈൻ അത്ര വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒരു ഹാഫ് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ? ഇത്രയും വരെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതാ ഇതിലേ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ റൗണ്ട് കട്ട് ചെയ്ത് ഇവിടം വരെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്യണം. കണ്ടോ? ഈ ഒരു സർക്കിൾ, ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ താഴത്തോട്ട് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം വരച്ച ആ ഒരു ഇതില്ലേ അവിടം വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ? ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഭാഗം ഇത്രയും നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഈ കാണുന്ന പോലെ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നും, പക്ഷേ എളുപ്പമാണ്. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഈ ഒരു സൈഡ് കട്ട് ചെയ്തു, പിന്നെ ഈ ഒരു സൈഡ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി വളരെ ഈസിയാണ്. ഈ ഒരു കട്ടിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മളിതാ ഈ ഒരു പീസിനെ ഇങ്ങോട്ട് പിടിച്ച് ഇപ്പുറത്തെ പീസിനെയും കൂടെ പിടിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു കട്ടിങ്ങിൻ്റെ ഉള്ളിലോട്ട് അടുത്തൊരു കട്ടിങ് ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് അത് ഇരിക്കണം കേട്ടോ. അത് നന്നായിട്ട് വലിച്ച് കട്ടിങ്ങിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം. അതായത് താഴെ കട്ട് ചെയ്തതും മുകളിൽ കട്ട് ചെയ്ത ആ രണ്ട് ഗ്യാപ്പുകളുണ്ടല്ലോ, ആ രണ്ട് ഗ്യാപ്പുകളും കൂടെ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇതാണ്. ഇനി നമുക്കത് അതിൻ്റെ വിങ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക. കണ്ട, രണ്ടും കൂടെ കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു വിങ്സ് അങ്ങനെ തന്നെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വിങ്സ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതിന് ഗ്ലൂവോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ. പല കളേഴ്സിലും ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ആ ഒരു മാർക്കിംഗ് ഒന്ന് ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ണും ഇതൊക്കെ വരച്ചു കൊടുക്കാം. നമ്മുടെ ഫെയറയ്ക്ക് അല്ലെങ്കിൽ ഏഞ്ചലിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം.
ഇനി നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതാ ഗ്ലിറ്റർ ഫോം ഷീറ്റ് അതുപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സ്റ്റിക്കറുള്ള ഒരു സൈഡിലാണ് ഗ്ലിറ്റർ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഫോം ഷീറ്റ് ആകുമ്പോഴാണ്. രണ്ട് സൈഡിലും ഗ്ലിറ്റർ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരു സൈഡിൽ ഗ്ലിറ്റർ ഉള്ളതാകുമ്പോൾ ഇതാക്കണ്ടോ ഇതേപോലെയാണ് ഇരിക്കുക. വിങ്സ് വന്നിട്ട് വൈറ്റ് കളറായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വിങ്സ് രണ്ടും തമ്മിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ടും തമ്മിൽ കൂട്ടി ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് നമ്മൾ ഇതിലോട്ട് വിങ്സ് എവിടെയാണോ വരേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം കണ്ടിട്ട് അങ്ങ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ബോഡി പാർട്ട് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്, എന്നിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? വിങ്സ് കട്ട് ചെയ്തെടുക്കും ആ ഭാഗത്തുനിന്ന്, എന്നിട്ട് ആ ബോഡി ഒന്ന് സ്റ്റിക്ക് ചെയ്യും, എന്നിട്ട് വിങ്സുകൾ തമ്മിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ബോഡീനെ അതിൽ കൊണ്ട് സ്റ്റിക്ക് ചെയ്യും. ഇങ്ങനെ ചെയ്താലാണ് ആ ഒരു ഗ്ലിറ്റർ ഭാഗം വരുള്ളൂ. ഇനി നമുക്കിതിലൊരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് സൈഡിലോട്ട് ഒരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ത്രെഡ് ഇതിനുള്ളിലോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് അതുപോലെ പുറത്തോട്ടെടുക്കുക. പുറത്തോട്ടെടുത്തതിന് ശേഷം എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം, ഊരിയൊന്നും പോകാത്ത വിധത്തിൽ ഒന്നോ രണ്ടോ കെട്ടുകളിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് ഇല്ലെങ്കിൽ വുള്ളൻ ത്രെഡോ അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ത്രെഡ് ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ. ഇതുപോലെ കെട്ടിയതിന് ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന അതൊന്ന് ജസ്റ്റ് ട്രിം ചെയ്ത് കളയാം. ട്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് വലിച്ച് ആ ഒരു കെട്ട് ഉള്ളിലോട്ട് വരുന്ന വിധത്തിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ദാ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിന് പകരമായിട്ട് നമ്മൾ സാൻഡയുടെ കീ ചെയിൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അത് വെച്ചിട്ട് വേണമെങ്കിൽ കീ ചെയിൻ ചെയ്യുന്ന പോലെ ഇതും അങ്ങനെയും കീ ചെയിനായിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടും ഇത് കണ്ടോ നോർമൽ പേപ്പർ വെച്ചിട്ട് വൈറ്റ് പേപ്പർ വെച്ച് ചെയ്ത ഫെയറിയാണ്. അതുപോലെ തന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈവൻ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഫോം ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ കളർ പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ മാഗസിൻ പേപ്പർ വെച്ചിട്ടായാലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ചില ഫെയറിക്ക് താഴെ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതായത് ഒരു സർക്കിൾ പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അതായത് ഒരു പെന്ന് വെച്ച് ജസ്റ്റ് വരച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ലൈനിലൂടെ കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. ആ ഒരു സർക്കിൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഫ്രില്ലായിട്ട് വരും. ഇതിനൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വിങ്സിൽ ആ ഒരു കർവ് ലൈൻസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട്. ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും എല്ലാ കൂട്ടുകാരും 5:15 വന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.